ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ്. ഈ ഒരു കടലക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. 1/4 കിലോ കടല തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തി വേവിച്ചെടുക്കുന്നതിനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. ഇനി കടലയോടൊപ്പം തന്നെ കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. കൂടെ തന്നെ ഒരു തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് കടല നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു 6 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. അങ്ങനെ 6 വിസിൽ കൊണ്ട് തന്നെ നമ്മുടെ കടല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല ഒന്ന് മാറ്റി വെക്കണം. അതിനുശേഷം കടലക്കറിയുടെ ഗ്രേവി തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വറുത്തെടുക്കാം. പൊടികൾ വറുത്തെടുക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ടും. പൊടികൾ മൂപ്പായി തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് 1 പിടിയോളം നാളികേരം തിരുമിയത് കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ വറുത്തെടുക്കാം. പൊടികളും നാളികേരവുമായിട്ട് നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറി വരുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചുകൂടി എടുക്കാം. അരപ്പും അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിലേക്ക് ചേർക്കാം. നിങ്ങളുടെ ചാറിന്റെ കട്ടിക്കനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി അരപ്പും കടലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. നല്ലവണ്ണം വെട്ടി തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകും ഒരു നുള്ളു പെരിഞ്ചീരകവും കൂടി ചേർത്തൊന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കുച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. വറവൊക്കെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലക്കറിയിലേക്കാണ് ഈ ഒരു താളിപ്പ് ചേർക്കേണ്ടത്. ഇനി കറിയുടെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും സെർവിംഗ് ബൗളിലേക്ക് കറി മാറ്റാവുന്നതാണ്. അങ്ങനെ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുത്തിട്ടുള്ള കടലക്കറി ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ.